ക്രൈസ്തവ സമുദായത്തോട് രാഷ്ട്രീയ പാർട്ടികൾ അനീതി കാണിക്കുന്നുവെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. അനീതി തിരിച്ചറിയാനും തിരിച്ചുകുത്താനും കത്തോലിക്ക സഭയ്ക്ക് അറിയാമെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയാണ് ഇനി വരാൻ പോകുന്നത് എന്നും മുന്നറിയിപ്പ്. പരിഗണിക്കാൻ സന്മനസ് കാണിക്കാത്ത രാഷ്ട്രീയ കക്ഷികളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട്. അത് കാണിക്കേണ്ട ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയിലേക്ക് നമ്മൾ അടുക്കുകയാണ്. സമൂഹത്തോടും സമുദായത്തോടും രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്ന അസാമാന്യമായിട്ടുള്ള അനീതി നിറഞ്ഞ അവഗണനയെ തിരിച്ചറിയാനും അതിനെ തിരിച്ചുകുത്താനുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. എന്തൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? ടോബി, തീർച്ചയായിട്ടും രണ്ട് തെരഞ്ഞെടുപ്പുകൾ അടുത്തെത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നും ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. റാഫേൽ തട്ടിൽ തന്നെ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, മൂന്ന് മുന്നണികളും അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഈ സഭയോടും അല്ല സമുദായത്തോടും വലിയ അനീതി കാണിക്കുകയാണ്. പല വിഷയങ്ങളും നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ, മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നങ്ങൾ, ഈ വിഷയത്തിലെല്ലാം സമുദായവും സഭയുമെല്ലാം അവരുടെ നിലപാടുകൾ പറഞ്ഞിരുന്നു. ആ വിഷയത്തിലൊക്കെ കാര്യമായിട്ടുള്ള ഇടപെടലൊന്നും സർക്കാരും അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ കാണിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനം മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെയുള്ള ഒരു വിമർശനം കൂടി. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമുദായത്തെ അവഗണിക്കുന്നു എന്നുള്ളൊരു വിമർശനമാണ് റാഫേൽ തട്ടിൽ നടത്തിയത്. കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു യാത്ര ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ട്. ആ യാത്ര പാലായിലെത്തിയപ്പോഴാണ് ഈ ഒരു വിമർശനം ഉന്നയിച്ചതെന്നതും ശ്രദ്ധേയമാണ്. കത്തോലിക്ക കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇടപെടും എന്നുള്ളൊരു സന്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. അനീതി നടക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് നയിക്കുന്ന യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കോട്ടയം ജില്ലയിൽ പാലായിലെത്തിയപ്പോഴാണ് റാഫേൽ തട്ടിൽ അതിൽ ഉദ്ഘാടകനായി എത്തി ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. അവഗണന നേരിടുന്നുണ്ട്, പലപ്പോഴും അവഗണിക്കുകയാണ് സമുദായത്തെ. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉത്തരം കാട്ടും, അല്ലെങ്കിൽ എന്താണ് മറുപടി എന്ന് ആ വോട്ടിങ്ങിലൂടെ പറയുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സഭയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഉന്മേഷ്, ഇപ്പോൾ നേരത്തെ ടോബി, ഈ കോൺഗ്രസിന്റെ പുനഃസംഘടന വന്നതിന് പിന്നാലെ ഓർത്തഡോക്സ് സഭയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ KPCC അധ്യക്ഷൻ പറയുന്ന നിലപാടൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ സഭയുടെ കാര്യങ്ങളൊക്കെ പരിഗണിച്ചല്ല ഈ പുനഃസംഘടന അദ്ദേഹം പറഞ്ഞതാണ്. ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന ഒരു വേളയിൽ കൂടിയാണല്ലോ ഇപ്പോൾ ഈ മാർ റാഫേൽ തട്ടിലിന്റെ പ്രതികരണവും. ഇത്തരമൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ അതിന്. ടോബി, തീർച്ചയായിട്ടും വിവിധ പാർട്ടികളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ LDFുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ സർക്കാർ അവരുടെ LDFിൻ്റെതാണ്. അപ്പോൾ സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട കാര്യമായിട്ടുള്ള പരിഗണനകൾ അല്ലെങ്കിൽ വിവിധ വിഷയങ്ങളിൽ അവർ പ്രതീക്ഷിക്കുന്ന ചില നടപടികൾ, ഇതൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസിലേക്കും മറ്റ് BJP അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്കൊക്കെ വരികയാണെങ്കിൽ പുനഃസംഘടന പോലെയുള്ള കാര്യങ്ങളിലൊക്കെ സമുദായത്തിനുണ്ടാകുന്ന തിരിച്ചടികൾ, സീറ്റ് വിഭജനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ വിവിധ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ വിഷയത്തിലൊക്കെ സമുദായത്തിന്റെ കൂടത്തിൽ, സഭയുടെ കൂടത്തിൽ നിൽക്കാൻ ആരൊക്കെ തയ്യാറാകുന്നുണ്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വിമർശനമായി സഭാ മേലധ്യക്ഷന്മാർ ഉന്നയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാത്രമല്ല വിവിധ രാഷ്ട്രീയ കക്ഷികൾ സഭയെയും സമുദായത്തെയും എങ്ങനെ കാണുന്നു, അവർ കാട്ടുന്ന അനീതി, ഇക്കാര്യങ്ങളെല്ലാം തുറന്നു കാട്ടിക്കൊണ്ടാണ് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ്. അല്ലെങ്കിൽ ഇനി തെരഞ്ഞെടുപ്പാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ സഭയുടെ പിന്തുണ പല രാഷ്ട്രീയ കക്ഷികൾക്കും ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ തന്നെയാണ് റാഫേൽ തട്ടിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്ന് നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. ഇന്ന് ചങ്ങനാശ്ശേരിയിലാണ് ഈ യാത്ര സമാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും സമാനമായ രീതിയിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ശരി, ടോബി ജോൺസണാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.